ശോഭ വിശ്വനാഥ്. അത്ര പെട്ടെന്നൊന്നും ഈ പേര് പ്രേക്ഷകർ മറക്കില്ല. കാരണം ബിഗ് ബോസ് സീസൺ 5-ൽ അഖിൽ മാരാറിനോടൊപ്പം തന്നെ ആക്റ്റീവായ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഫാഷൻ ഡിസൈനറും ആക്ടിവിസ്റ്റുമായ ശോഭ വിശ്വനാഥ്. എന്തും വിളിച്ചു പറയാനുള്ള ധൈര്യവും ഓരോ ഗെയിമിലുള്ള ആക്റ്റീവ്നെസ്സും ഡ്രസ് സെൻസുമാണ് ശോഭയ്ക്ക് ബിഗ് ബോസിൽ ഇത്രമാത്രം സ്വീകാര്യത നേടിക്കൊടുത്തത്. മാത്രമല്ല, ബിഗ് ബോസിലൂടെ വലിയൊരു വിഭാഗം ആരാധകരെ നേടിയെടുക്കാനും ശോഭയ്ക്ക് സാധിച്ചിരുന്നു. ഒരിക്കലും പിന്മാറാൻ തയ്യാറാകാത്തൊരു മത്സരാർത്ഥി എന്ന ഇമേജായിരുന്നു ശോഭ വിശ്വനാഥിന് ബിഗ് ബോസിലുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ 2ാം സ്ഥാനത്തെത്തിയേക്കാവുന്ന താരമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും 4ാം സ്ഥാനമായിരുന്നു ശോഭ അന്ന് കരസ്ഥമാക്കിയത്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6-നെ കുറിച്ച് തന്റെ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം. ബിഗ് ബോസ് സീസൺ 6-ലുള്ള പുതിയ മാറ്റങ്ങൾ തന്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ശോഭ പറയുന്നത്. കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര ബാത്റൂമുകൾ, സ്ട്രെസ് റിലീഫ് റൂം, ഡ്രസ് ചേഞ്ചിങ് റൂം ഇവയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പലപ്പോഴും വസ്ത്രം മാറാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നെന്നുമാണ് ശോഭ പറയുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ബന്ധപ്പെട്ടവരോട് ഇവയെക്കുറിച്ച് സംസാരിച്ചുവെന്നും അടുത്ത സീസണിൽ ഇവയെല്ലാം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഈ നിർദ്ദേശപ്രകാരമാണ് ഇവയെല്ലാം സീസൺ 6-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമാണ് ശോഭ പറയുന്നത്. ഒപ്പം ബിഗ് ബോസിൽ എങ്ങനെ 100 ദിവസം പിടിച്ചു നിൽക്കാം എന്നതിനെക്കുറിച്ചും ശോഭ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ ടെക്നിക്ക് പഠിച്ചു പോകാനാകില്ലെന്നും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, അതുപോലെ മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുക, നമ്മളായി നിൽക്കുക, ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പുതിയ സീസണിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനു പിന്നിൽ തന്റെയും മറ്റുള്ളവരുടെയും റിക്വസ്റ്റ് ഉണ്ടെന്നും ശോഭ പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അടിമുടി മാറ്റങ്ങളുമായാണ് ഇത്തവണ ബിഗ് ബോസ് സീസൺ 6 പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പവർ റൂം. കഴിഞ്ഞ സീസണുകളില്ലാത്ത വ്യത്യസ്ത കൺസെപ്റ്റാണ് ഈ പവർ റൂം എന്ന് പറയുന്നത്. വീടിനുള്ളിലെ 4 റൂമുകളിലൊന്നാണ് പവർ റൂം. പവർ റൂമിലുള്ളവർക്ക് പ്രത്യേക പവർ ഉണ്ടായിരിക്കുമെന്നതും നോമിനേഷനിൽ നിന്നും സേഫ് ആകുമെന്നതുമാണ് ഈ കൺസെപ്റ്റിന്റെ പ്രധാന പ്രത്യേകത. മറ്റൊന്ന് 4 ബാത്റൂം, സൺലൈറ്റ് ഗാർഡൻ ഏരിയ തുടങ്ങിയവയാണ്. കഴിഞ്ഞ സീസണിൽ എല്ലാ മത്സരാർത്ഥികളും ഒരു റൂമാണ് ഉപയോഗിച്ചിരുന്നത്. സൗകര്യങ്ങൾ കുറവാണെങ്കിലും 4 ബെഡ്റൂം കൺസെപ്റ്റ് ഒരു തരത്തിൽ മത്സരാർത്ഥികൾക്ക് ആശ്വാസമാണ്. ശോഭയുടെയും ഇതിനു മുൻപുള്ള മത്സരാർത്ഥികളുടെയും റിക്വസ്റ്റിന് പിന്നാലെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരൊരു മാറ്റം ബിഗ് ബോസ് ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക. ബിഗ് ബോസ് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നും ശോഭ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് നടപ്പിലാക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.